ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഹെന്ന പ്രാക്ടീസ് സെക്ഷൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇതിൽ നമുക്ക് ഹെന്ന ബേസിക് എലമെൻറ്റ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ലൈൻസ് ആണ് നോക്കുന്നത്. ലൈൻസ് രണ്ട് ടൈപ്സ് ഓഫ് ലൈൻസ് ഉണ്ട്, ഒന്ന് തിക്ക് ലൈനും ഒന്ന് തിൻ ലൈനും. അപ്പോൾ തിൻ ലൈൻസ് വരയ്ക്കൽ ഇതേമാതിരി ജസ്റ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് വന്നാൽ മതി. തിക്ക് ലൈൻസ് ഇതേപോലെ വരച്ചിട്ട് പിന്നെ സെൻറ്ററിലുള്ള ലൈൻസ് തിക്കാക്കി കൊടുത്താൽ മതി. പിന്നെ ഡോട്ട്സ് വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. ഡോട്ട്സ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെയാണ് നല്ല പോലെയുള്ള ഡോട്ട്സ് ആവുക. സർക്കിൾ വരച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്ത് നോക്കേണ്ടത് വൈൻസ് ആണ്. വൈൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻസാണ്. അറബിക് ഡിസൈനിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു എലമെൻ്റാണ്. ഈ വൈൻസ് വരയ്ക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതേമാതിരി ലൈന് വരച്ചിട്ട് പിന്നെ ഡോട്ട് ഇട്ടിട്ട് ഞാൻ ചെയ്യണ മാതിരി ചെയ്താൽ മതി. ഇങ്ങനെ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വൈൻസ് കിട്ടും. പിന്നെ നമുക്ക് നമ്മൾ സ്പൈറൽസ് എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ. സ്പൈറൽസ് ഇങ്ങനെ റൗണ്ടായിട്ട് അതിങ്ങനെ ചുറ്റി വന്ന് സെൻറ്ററിലൊരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. സ്പൈറൽസ് പല ടൈപ്സും സ്പൈറൽസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ ഒരു ടൈപ്പ് സ്പൈറലാണ്. പിന്നെ അടുത്ത നമുക്ക് സ്പൈറലിൻ്റെ മുകളിൽ ഫ്ലവർ വരുന്ന രൂപത്തിൽ ഹംസ് വരച്ചു കൊടുക്കാം. ഹംസ് ഇങ്ങനെ പോലത്തെ ഒരു ഇതിട്ട് കൊടുത്താൽ അതൊരു ഹംസാവും. അതേപോലെ തന്നെ ഈ സ്പൈറൽസുമ്മ പല എലമെൻറ്റ്സും വരച്ചിട്ട് നമുക്ക് പല ടൈപ്സ് ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലീവ്സ് എങ്ങനെ വരയ്ക്കാമെന്ന് പഠിച്ചാലോ. ലീവ്സ് വരയ്ക്കലും ഈ വൈൻസ് വരയ്ക്കണ പോലെ തന്നെ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി. പിന്നെ അതേമാതിരി ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് വേറൊരു വഴിയുണ്ട്. സിമ്പിളായിട്ട് ഔട്ടർ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് അതൊന്ന് തിക്കാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലത്തുള്ള ലീവ്സും കിട്ടും. പിന്നെ ബേസിക്കായിട്ട് എല്ലാ ഡിസൈനിലും കാണപ്പെടുന്ന ഒരു ബോർഡർ ഡിസൈനാണിത്. ലൈൻസ് വരച്ച് അതിൻ്റെ മുകളിൽ ഹംസ് വരയ്ക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമ്മൾ പ്രാക്ടീസ് സെക്ഷൻസ് ചെയ്യണതാണ്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ.